പിന്നെ എന്നോട് ചോദിച്ച് കട്ടുപ്പാറയിൽ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ മൂപ്പര് പറഞ്ഞാൽ എന്താ അറിയോ, മൗലവിനെ ഇവിടെ കാണാലോ, മൗലവിനെ ക്ഷണിച്ചിട്ടാ ഞാൻ ഇവിടെ വന്നത്, ഞാൻ ഇവിടെ മുജാഹിദീങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഇവിടെ കട്ടുപ്പാറ വന്നിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് മൂപ്പര് പറയുന്നത് അതുകൊണ്ട് ക്ഷണിച്ചാൽ ആ ക്ഷണിച്ചയാൾ സ്ഥലത്തുണ്ടാകലും മാന്യതയാണ്, അതുകൊണ്ട് എന്റെ പ്രസംഗം തീരുന്നതിന് മുമ്പെങ്കിലും മൂപ്പര് ഇവിടെ എത്തുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് തുടങ്ങുന്നതെന്ന് കേട്ടോളൂ. ആദ്യമായി നിങ്ങൾക്ക് എന്നെ ക്ഷണിക്കുന്ന വാചകം ഞാൻ കേൾപ്പിച്ചു തരാം. നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. പ്രസംഗിക്കാൻ അവിടെയല്ല എവിടെയും പ്രസംഗിക്കും. അതെ, അപ്പൊ എന്നെ ക്ഷണിച്ചതാണ് കേട്ടത്. കണ്ടോ, ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? ഞാൻ എന്തിനാ ക്ഷണിച്ചത്? ഇയാൾ എന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇയാളെ അങ്ങോട്ട് പ്രസംഗിക്കാൻ ഞാൻ ക്ഷണിച്ചിട്ടില്ല. കട്ടുപ്പാറയിലേക്ക് ഞാൻ ഇയാളെ പ്രസംഗിക്കാൻ ക്ഷണിച്ചിട്ടേയില്ല. ഞാൻ എന്താ പറഞ്ഞത്? ഇയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ജാറത്തിലെയും ഖബറിങ്ങളിലേക്ക് നടക്കുന്ന അനാചാരങ്ങളെ കുറിച്ച് നിങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ മൗലവീന്ന്? നിങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ എന്ന് എന്നോടാ ചോദിച്ചത് മൂപ്പര്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കെന്താ ധൈര്യക്കുറവ്? ഞാൻ എൻ്റെ നാട്ടിൽ പണ്ടും പ്രസംഗിച്ചിട്ടുണ്ട്, എപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്, ഇനിയും പ്രസംഗിക്കും, ഞാൻ എവിടെയും പ്രസംഗിക്കും. ആ പ്രസംഗിക്കുന്ന സമയത്ത് വന്നോ നാട്ടിലേക്ക് കേൾക്കാന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ എവിടെയും പ്രസംഗിക്കും, ആണ്ട് വന്നോ കേൾക്കാന്നാ ഞാൻ പറഞ്ഞത്. മൂപ്പര് പറ എന്നെ വിളിച്ചിട്ട് വന്നതാണ്, ഞാന് ക്ഷണിക്കാതെ കയറി വന്നിട്ട് പറയാണ് ക്ഷണിച്ച ആളെ കാണില്ലല്ലോ. ഞാനെന്താ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണോ? എന്റെ പ്രസംഗം കേട്ടോ? എന്താ ഞാൻ പറഞ്ഞത്? അയാളെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതല്ല, ഞാൻ എവിടെയും പ്രസംഗിക്കും, ആണ്ട് വാ നാട്ടിലേക്ക്, ഞാൻ പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കാൻ വന്നോന്നാ പറഞ്ഞത്. നിങ്ങൾ ആദ്യം ക്ഷണിക്കാതെ വന്നിട്ട് പിന്നെ എന്നെ കാണാനുണ്ട് കുറ്റം പറയാ കേട്ടോ? എന്താ ഞാൻ പറഞ്ഞത്? ഇയാൾ ചോദിക്കാണ്, നിങ്ങളെ നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. പ്രസംഗിക്കാൻ അവിടെയല്ല എവിടെയും പ്രസംഗിക്കും. എന്താ നാട്ടുകാരുടെ മുമ്പിൽ വല്ല ഒളിയും മറയും ഉണ്ടെന്നാ വിചാരിച്ചത്? ഞാൻ നാട്ടിലും പ്രസംഗിക്കും, എവിടെയും പ്രസംഗിക്കും. കണ്ടോ, ഇതാ നമ്മൾ പറഞ്ഞത്. എന്നിട്ട് അത് അവിടെ കേൾപ്പിച്ചിട്ട് പറയാണ് മൗലവി എത്തുന്നാണ് പ്രതീക്ഷ. അപ്പൊ ജനങ്ങൾക്ക് വലിയ സന്തോഷമായി. ഓ, സലഫിനെ കാണാമല്ലോ. ഇപ്പൊ ഞാനിങ്ങനെ ഷാർജയിലല്ലേ, ഇപ്പൊ ഉടനെ എത്തും, ഇപ്പൊ ഉടനെ എത്തിച്ചേരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കളിയാക്കിയിട്ട് ആ പ്രസംഗം തുടങ്ങേണ്ടത് തന്നെ. സാധു, ഇയാൾ എന്താ വിചാരിച്ചത്? ഇതൊക്കെ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ഈ ഓരോ നുണച്ചാക്കുകൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ പൊട്ടിച്ച് കയ്യിൽ തരികയാണ്.